السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ചായ കുടിച്ചു കഴിഞ്ഞവരൊക്കെ അകത്തേക്ക് കയറിയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്നതായ ചെറിയ ചെറിയ ഇബാദത്തുകളുടെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ കഹഫ്. വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ് സൂറത്തുൽ കഹഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തന്നത്. ആ സൂറത്തുൽ കഹഫിലെ ഗുഹാവാസികളുടെ സംഭവവും അതിലൂടെ നമുക്ക് കിട്ടുന്നതായ ഗുണപാഠങ്ങളും നമ്മൾ പഠിക്കലും മനസ്സിലാക്കലും ഒക്കെ അനിവാര്യമായ കാര്യമാണ്. അള്ളാഹു ശരിയായ രീതിയിൽ പറയുവാൻ, കേൾക്കുവാൻ, ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിയുക്തനായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഇങ്ങനെ ആളുകൾ ദീനിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. മുഅ്മിനീങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മക്ക കുഫാറുകൾ, ശത്രുക്കൾ ഇത് കണ്ടിട്ട് അവർക്ക് ഒട്ടും സഹിക്കാൻ സാധിച്ചില്ല. എങ്ങനെയെങ്കിലും ഇതിനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പല തരത്തിലുള്ള പരിശ്രമങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെ ഇതിനെ നിർത്തലാക്കാം, എങ്ങനെ ഇതിനെ അവസാനിപ്പിക്കാം, നബിതങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം, ഓരോ രീതിയിലുള്ള മാർഗങ്ങൾ അവർ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഒന്നും വിജയിക്കുന്നില്ല. അനുദിനം ഇതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ ഇതിനൊരു കുറവ് സംഭവിക്കുന്നില്ല. ദീനിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നതായ ആളുകളുടെ ഈമാൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അവരിതിൽ ഉറച്ചു നിന്നുകൊണ്ടിരിക്കുന്നു. എത്ര തന്നെ ഉപദ്രവിച്ചിട്ടും, എത്ര തന്നെ അവരെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ആരും ഈ ദീനിൽ നിന്ന് വിട്ടുമാറുന്നില്ല. അങ്ങനെ അവരുടെ ആലോചനയുടെ ഫലമായി അവരൊരു തീരുമാനത്തിലേക്കെത്തി. അവർ കൂടിയാലോചിച്ച് ഒരു സംഘത്തെ തിരഞ്ഞെടുത്തു. മക്കാ മുശ്രിക്കീങ്ങൾ കൂടിയാലോചിച്ച് ഒരു സംഘം ആളുകളെ തിരഞ്ഞെടുത്തു. നളർ ഇബ്നു അൽ ഹാരിസ്, ഉഖബത്ത് ഇബ്നു അബീ മുഈത്ത് തുടങ്ങിയ പ്രധാനപ്പെട്ട മക്കാ മുശ്രിക്കുകൾ അടങ്ങുന്നതായ ഒരു സംഘം. അവരുടെ ഉത്തരവാദിത്വം എന്താണ്? അവർ മദീനയിലേക്ക് പോകണം.
ഹിജ്റയ്ക്ക് മുമ്പാണ്. അപ്പോൾ മദീന എന്ന് പറയില്ല, യസ്രിബ് എന്നാണ് പറയുന്നത്. അവർ യസ്രിബിലേക്ക് പോയിട്ട് അവിടെ താമസിക്കുന്നതായ യഹൂദികളോട് സംസാരിക്കണം. യഹൂദികളായ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ചും ഇത് പ്രവാചകനാണോ അല്ലേ, ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ലേ, ഇത് പ്രവാചകനല്ല എങ്കിൽ ഇദ്ദേഹത്തെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നൊക്കെയുള്ള ആലോചന നിങ്ങൾ അവരെടുത്ത് പോയി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു സംഘം ആളുകൾ യസ്രിബിലേക്ക്, മദീനയിലേക്ക് പോയി. അവിടെയുള്ള പ്രധാനപ്പെട്ട യഹൂദി പുരോഹിതന്മാർ ഒരുമിച്ച് കൂട്ടിയിട്ട് മക്കയിലെ വിശേഷങ്ങൾ പറഞ്ഞു. ഇവിടെ ഇതൊക്കെയാണ് അവസ്ഥ, ഒരു പ്രവാചകൻ എന്നും പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്, ആളുകളൊക്കെ അവരുടെ കൂട്ടത്തിൽ കൂടുന്നുണ്ട്, ആകെ പ്രശ്നമാണ്, ഇതിനെങ്ങനെയെങ്കിലും നിർത്തലാക്കണം, നിങ്ങളൊരു പരിഹാരം പറഞ്ഞതാ. യഹൂദി പണ്ഡിതന്മാർ അവരോട് പറഞ്ഞു, നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ ഒരു പ്രവാചകൻ, അവസാന കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ വരുന്നതിനെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മളതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമാണ്, അങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട്. പക്ഷെ ഈ വന്ന ആള് ആ പ്രവാചകനാണോ ഇല്ലേ എന്നറിയാൻ ഒരു മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് ആ മാർഗം? 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾ പോയി നിങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കണം. 3 ചോദ്യങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കണം. ഇതിന് 3നും അദ്ദേഹം മറുപടി പറഞ്ഞാൽ അദ്ദേഹം കള്ളനാണ്. 3നും മറുപടി പറഞ്ഞില്ലേ എന്നാലും അദ്ദേഹം കള്ളനാണ്. എന്താണ് പറഞ്ഞത്? 3 ചോദ്യത്തിനും മറുപടി പറഞ്ഞാൽ അദ്ദേഹം കള്ളനാണ്, നബിയല്ല. 3 ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം കള്ളനാണ്, നബിയല്ല. 2 ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകും, 1 ചോദ്യത്തിന് മറുപടി നൽകൂല, എങ്കിൽ അദ്ദേഹം നബിയാണ്, നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. 3 ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ചോദ്യം, ഗുഹാനിവാസികളെ കുറിച്ച് പറഞ്ഞു തരിക. ഗുഹയിൽ താമസിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരെക്കുറിച്ച് താങ്കൾക്ക് എന്തറിയാം, അത് പറഞ്ഞു തരിക. ചോദ്യം നമ്പർ 1. രണ്ടാമത്തെ ചോദ്യം, മശ്രിഖും മഗ്രിബും യാത്ര ചെയ്തതായ രാജാവിനെ കുറിച്ച് പറഞ്ഞു തരിക, ദുൽഖർനൈൻ രാജാവിനെ കുറിച്ച്. 3ാമത്തെ ചോദ്യം, റൂഹിനെ കുറിച്ച് പറഞ്ഞു തരിക. റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 ചോദ്യങ്ങൾ ചോദിക്കണം. അദ്ദേഹം യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും, 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം തരൂല. 3 ചോദ്യത്തിന് ഉത്തരം തന്നാൽ മനസ്സിലാക്കിക്കോണം അത് കള്ളമാണ്. 1നും ഉത്തരം പറഞ്ഞില്ല എങ്കിലും മനസ്സിലാക്കണം അദ്ദേഹം കള്ളനാണ്. ഭയങ്കര സന്തോഷമായി. ഇതോടുകൂടി നബിതങ്ങളുടെ ശല്യം അവസാനിക്കും, ഇതോടുകൂടി ഉത്തരം മുട്ടും, ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആവേശത്തോടു കൂടി അവർ മക്കയിലേക്ക് വന്നു. നേതാക്കന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് വിശേഷങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി നബിതങ്ങളുടെ അടുക്കിലേക്ക് പോയി. എന്നിട്ട് നബിതങ്ങളോട് ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഗുഹാനിവാസികളെ കുറിച്ച് പറഞ്ഞു തരിക, രാജാവിനെ കുറിച്ച് പറഞ്ഞു തരിക, മശ്രിഖും മഗ്രിബും യാത്ര ചെയ്ത രാജാവിനെ കുറിച്ച് പറഞ്ഞു തരിക, റൂഹിനെ കുറിച്ച് പറഞ്ഞു തരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹി അനുസരിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വഹി വന്ന് എനിക്ക് അറിയിച്ചു തരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, ഇപ്പം നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. പോയി. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഒരു മറുപടിയുമില്ല. ഇവിടെ സന്തോഷം ഇങ്ങനെ കൂടാൻ തുടങ്ങി കാഫിര്യങ്ങൾക്ക്. ദേ മുഹമ്മദിന് മറുപടിയില്ല, അദ്ദേഹം കള്ളനാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നഊദുബില്ല, അദ്ദേഹം കള്ളനാണെന്നുള്ള കാര്യം തീരുമാനമായിരിക്കുന്നു. മറുപടിയില്ല, 3 ചോദ്യത്തിന് മറുപടി തന്നിട്ടില്ല. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ സന്തോഷം തുടങ്ങി, ആഘോഷം തുടങ്ങി, ഓരോന്ന് നബിതങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി, നബിതങ്ങളെ വിമർശിക്കാൻ തുടങ്ങി, ഖുർആൻ കള്ളമാണെന്ന് പറയാൻ തുടങ്ങി, ഖുർആൻ കെട്ടിച്ചമക്കപ്പെട്ടതാണെന്ന് പറയാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് കുഫാറുകൾ ഇങ്ങനെ ആഘോഷം തുടങ്ങി. 15 ദിവസം കഴിഞ്ഞു. 15 ദിവസം വരെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനവും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്നില്ല. 15 ദിവസം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഈ 3 ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞു കൊടുത്തു. അതാണ് സൂറത്തുൽ കഹ്ഫ്. നമ്മൾ സാധാരണ എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. 2 ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞു കൊടുത്തു. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം വിശാലമായി ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു തന്നു.
ദുൽഖർനൈൻ രാജാവിന്റെ സംഭവം എത്ര പറയൽ അനിവാര്യമാണോ അത്രയും പറഞ്ഞു തന്നു. 2 ചോദ്യത്തിന് മറുപടി പറഞ്ഞു. 3-ാമത്തെ ചോദ്യം വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. റൂഹിനെ കുറിച്ച് അവർ ചോദിക്കുന്നു, താങ്കൾ പറയുക റൂഹ് അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ്, വളരെ കുറച്ചറിവ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ കറക്റ്റായല്ലോ. 2 ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി കിട്ടി. 3-ാമത്തെ ചോദ്യം അള്ളാഹുവിനെ മാത്രമേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് 15 ദിവസമായിട്ടും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി വരാത്തത്? ഈ കഥ മുഴുവനും പറഞ്ഞു കൊടുത്തതിന് ശേഷം അള്ളാഹു തന്നെ നിബിധങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു എന്തുകൊണ്ടാണ് 15 ദിവസമായിട്ട് വഹി വരാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുക്കുകയുണ്ടായി, താങ്കൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അയ്യശാ അല്ലാഹ് വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അയ്യശാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പറയാതെ ഒരു കാര്യവും താങ്കൾ പറഞ്ഞു പോകരുത്. നാളെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് അവരോട് പറഞ്ഞു വിട്ടു. ഇൻഷാ അല്ലാഹ് എന്നൊരു വാക്ക് താങ്കൾ പറഞ്ഞില്ല, അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് പറയാത്തതിന്റെ പേരിലാണ് 15 ദിവസമായിട്ട് താങ്കൾക്ക് ഈ വിഷയത്തിൽ മറുപടി അള്ളാഹു തരാത്തത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഈ സംഭവത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള 1-ാമത്തെ പാഠം ഇതാണ്. ഏത് കാര്യം നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാലും അത് ചെയ്യാനുള്ള തൗഫീഖ് തരലും തരാതിരിക്കലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. നമ്മളൊരു കാര്യം തീരുമാനിച്ചു എന്ന് കരുതി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും ശരി, ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാനത് ചെയ്യും. അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ തീരുമാനത്തിലേക്ക് ചേർത്ത് വേണം പറയാൻ. ഇന്ന് 2 തരത്തിലുള്ള ആളുകളാണ് നമ്മളുടെ കൂട്ടത്തിലുള്ളത്. ഒന്ന്, എല്ലാം എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ ഇൻഷാ അല്ലാഹുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ എല്ലാം പറയും. ഓക്കെ, ഞാൻ ചെയ്യും, നാളെ ആകട്ടെ, അങ്ങനെയാകട്ടെ, ഇങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് സ്വയം തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്ന ആളുകൾ. മറുഭാഗത്ത് തൊട്ടതിനും പിടിച്ചതിന് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമല്ല അനാവശ്യമായ സ്ഥലങ്ങളിലും ഇൻഷാ അല്ലാഹ് ഉപയോഗിക്കും. ഇൻഷാ അല്ലാഹ് എവിടെ ഉപയോഗിക്കണമോ അവിടെ ഉപയോഗിക്കൂല, എവിടെ ഉപയോഗിക്കേണ്ടത് അവിടെ ഉപയോഗിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് സാധാരണ ഇൻഷാ അല്ലാഹ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാലും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് നബിതങ്ങൾക്കുണ്ടായി. 15 ദിവസത്തോളം വഹി വരാതിരുന്നു. ആ 15 ദിവസം കാഫിരീങ്ങൾ ആഘോഷിച്ചു. ഇതിന്റെയൊക്കെ കാരണം എന്തായിരുന്നു? ഇൻഷാ അല്ലാഹ് എന്നൊരു വാക്ക് പറയാത്തതിന്റെ പേരിൽ. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്ഹാബുൽ കഹഫിന്റെ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായിട്ട് പറഞ്ഞു കൊടുത്തു. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. തങ്ങളെ, ഞാൻ താങ്കൾക്ക് അവരുടെ കഥ വ്യക്തമായ രീതിയിൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായിട്ട് കുറേ ആയത്തുകളിൽ ആ സംഭവം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്താണ് അന്ന് അവിടെ നടന്നത്, എന്താണ് സംഭവിച്ചതെന്നും. എന്താണ് സംഭവിച്ചത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമുള്ളതായ കാലഘട്ടം. ഒരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ദഖിയാനൂസ്. വിഗ്രഹാരാധകനായ രാജാവായിരുന്നു. മാത്രമല്ല മുഴുവൻ നാട്ടിലുള്ള ആളുകളെയും വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി നിർബന്ധിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹവാരിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്നു. അങ്ങനെ ആ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാരും ഈസാ നബിയുടെ ദീൻ സ്വീകരിച്ചു, മുസ്ലിമായി. ഒരു ഭാഗത്ത് രാജാവും നാട്ടിലുള്ള മുഴുവൻ ആളുകളും വിഗ്രഹാരാധനയിലായിട്ട് കഴിച്ചുകൂട്ടുന്നു. കുറച്ച് ചെറുപ്പക്കാരായ ആളുകൾ അതിൽ നിന്ന് മാറി ദീൻ സ്വീകരിച്ച് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ ചർച്ചയായി. ദീൻ സ്വീകരിച്ചത് സാധാരണക്കാരായ കുട്ടികളോ ചെറുപ്പക്കാരോ ഒന്നുമല്ല, മറിച്ച് മന്ത്രിമാരുടെ മക്കളായിരുന്നു. രാജാവിന്റെ രാജകൊട്ടാരത്തിലുള്ള പ്രധാനികളായ ആളുകളുടെ മക്കളാണ് ദീൻ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ വിഷയം വലിയ ഗൗരവമായിരുന്നു. അതിങ്ങനെ വലിയ ചർച്ചയിലേക്ക് വഴിവെച്ചു. രാജാവ് അവരെ വിളിപ്പിച്ചു. അവരോട് സംസാരിക്കുന്നതിന് വേണ്ടി രാജാവ് വിളിപ്പിച്ചു. രാജാവ് അവരെ വിളിപ്പിച്ചിട്ട് അവരുമായി സംസാരിച്ചു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ ആശയം? അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു, ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നു. إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا.
ഞങ്ങൾ ആകാശഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, വേറെ ആരെയും ഞങ്ങൾ ആരാധിക്കുകയില്ല, വേറെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വ്യക്തമായിട്ട് അവരവരുടെ ആശയത്തെ, ആദർശത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു പേടിയുമില്ലാതെ രാജാവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. രാജാവ് കടുത്ത വിഗ്രഹാരാധകനാണ്, നമ്മൾ ഏകദൈവത്തെ ആരാധിക്കുന്നവരാണ്. അത് തുറന്നു പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്നുമില്ല. ഈമാൻ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആവേശമാണ്. ശരിയായ രീതിയിൽ ഈമാൻ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മഖ്ലൂക്കുകളെ ഒന്നും പേടിക്കുകയില്ല. നമ്മൾ മൂസാ നബിയുടെ സംഭവത്തിൽ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂസാ നബിയുമായിട്ട് മത്സരിക്കാൻ വന്നതായ മജീഷ്യന്മാർ, അവർ ആ മാജിക്കൊക്കെ തകർന്നു പോയപ്പോൾ, പരാജയപ്പെട്ടു പോയപ്പോൾ ആ നിമിഷം അവർ മനസ്സിലാക്കി ഇത് പ്രവാചകൻ തന്നെയാണെന്ന്. അതേ നിമിഷത്തിൽ തന്നെ അവർ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി, മൂസാ നബിയെ വിശ്വസിക്കുകയുണ്ടായി. മറുഭാഗത്ത് ഫിർഔനാണ്, കടുത്ത ശിക്ഷകൾ നൽകുന്ന ഫിർഔനാണ്. പക്ഷേ ഫിർഔനെ പേടിയില്ല, ഫിർഔന്റെ ശിക്ഷകളെ പേടിയില്ല, അവന്റെ ഭീഷണി പേടിയില്ല, ഒന്നുമില്ല. ഒറ്റയടിക്ക് ദീൻ സ്വീകരിക്കുകയുണ്ടായി. ശരിയായ രീതിയിൽ ദീൻ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള ഒരു മഖ്ലൂക്കിനെയും പേടിക്കേണ്ടി വരികയില്ല. നമുക്കിന്ന് ആരെങ്കിലുമൊക്കെ പേടിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലുമൊക്കെ പേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ശരിയായ രീതിയിൽ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്നാണ്. ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യവും അതാണ്. ശരിയായ രീതിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുനിയാവിൽ ഒരു മഖ്ലൂക്കിനെയും പേടിക്കേണ്ടി വരികയില്ല. അങ്ങനെ ഒരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹു ഒരു ഭാഗത്ത് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ആമിനു, യാ അയ്യുഹല്ലദീന ആമനു ആമിനു. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ വിശ്വാസം സ്വീകരിക്കുക, നിങ്ങൾ ശരിയായ മുഅ്മിനായി മാറുക. യാ അയ്യുഹല്ലദീന കഫറു എന്നോ, യാ അയ്യുഹല്ലദീന നാഫഖു എന്നോ, യാ അയ്യുഹല്ലദീന അശ്റഖു എന്നോ, മുശ്രിക്കീങ്ങളെ, മുനാഫിഖീങ്ങളെ, കാഫിരീങ്ങളെ നിങ്ങൾ ഈമാനുള്ളവരാകും എന്നല്ല പറഞ്ഞത്. മുഅ്മിനീങ്ങളെ നിങ്ങൾ ഈമാനുള്ളവരാകും. അപ്പോൾ എന്താണ്, നമ്മൾ ഈമാനുള്ളവരാണ്, എന്നാലും ചില കുറവുകൾ നമുക്കുണ്ട്. ശരിയായ രീതിയിൽ ഈമാനിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. അള്ളാഹു ശരിയായ ഈമാൻ നമുക്ക് നസീബാക്കുമാറാകട്ടെ. എന്തായാലും മുമ്പിൽ നിൽക്കുന്നത് മന്ത്രിമാരുടെയൊക്കെ മക്കളാണ്, വലിയ ഉയർന്ന കുടുംബത്തിലുള്ള ആളുകളാണ്. ഒറ്റയടിക്ക് അവരുടെ വിഷയത്തിലൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. കാരണം രാജാവ്, മറുഭാഗത്തേക്കുന്ന വലിയ ഉയർന്ന കുടുംബത്തിലെ കുട്ടികളാണ്. അവരെ ഇപ്പം തന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാലോ മന്ത്രിമാരെല്ലാവരും കൂടെ ഇളകും, നാടിളകും, രാജാവിനെതിരാകും. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾ പോയെന്ന് ആലോചിച്ചിട്ട് വാ, പിന്നെ നമുക്ക് സംസാരിക്കാം, നിങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടു. കുറച്ചൊരു സമയം അവർക്ക് കൊടുത്തു ഒന്ന് ആലോചിക്കാൻ വേണ്ടി. ഈ സമയത്ത് അവർ പോയി ഒരുമിച്ച് കൂടിയിരുന്ന് അവർ മഷൂറ ചെയ്തു, എന്ത് ചെയ്യണം. രാജാവ് നമ്മുടെ വിഷയം അറിഞ്ഞു കഴിഞ്ഞു, നമ്മളുടെ ദാവത്ത് രാജാവിൻ്റെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞു, നമ്മുടെ ഉത്തരവാദിത്തം പൂർത്തിയായി. ഇനി ഇവിടെ നിൽക്കുന്നത് നമുക്ക് ബുദ്ധിയല്ല. ഏത് നിമിഷവും അദ്ദേഹം നമ്മളെ പിടികൂടാം, നമ്മളെ വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി നിർബന്ധിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കൊന്നുകളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും സേഫ്റ്റി അല്ല. എന്ത് ചെയ്യാം, നമുക്കിവിടെ നിന്ന് നാട് വിടാം. അങ്ങനെ അവരെല്ലാവരും കൂടി ആലോചിച്ച് ആ നാട്ടിൽ നിന്നും അവർ പുറപ്പെട്ടു പോയി. കുറച്ച് അത്യാവശ്യ സാധന സാമഗ്രികൾ എടുത്തു, കുറച്ച് കാശ് കയ്യിലെടുത്തു, വസ്ത്രങ്ങളും മറ്റുമൊക്കെ എടുത്തു, അവർ യാത്ര പുറപ്പെട്ടു. അങ്ങനെ നേരെ പോയി ഒരു ഗുഹ കണ്ടു, ആ ഗുഹയ്ക്കകത്ത് കയറി അവർ വിശ്രമിച്ചു. അവർ പോകുന്ന വഴിക്ക് ഒരു നായ അവരുടെ കൂട്ടത്തിൽ കൂടിയായിരുന്നു. ഇവരൊരു ഗുഹയിലേക്ക് എത്തി, ആ ഗുഹയിലേക്ക് കയറി അവർ വിശ്രമിക്കുകയുണ്ടായി. ഓം ഫീഫജുവത്തിമ്മിൻ, ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹ വിശാലമായ ഒരു ഗുഹയായിരുന്നു. അതിനകത്ത് നല്ല വിശാലമായ മൈതാനം, മുറ്റം പോലെയുണ്ട്. ഇവർ അതിനകത്ത് കയറിയിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു, ഓടിക്കറിച്ചൊക്കെ വന്നതാണ്. കയറി അവിടെ ഇരുന്നു. ഫളറബന അല ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ ഉറക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറക്കി. എത്ര നാൾ ഉറക്കി? 309 വർഷം അവർ ഒരേ രീതിയിൽ അവിടെ ഉറങ്ങി. ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാട്ടിൽ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ വന്നപ്പോൾ സാഹചര്യത്തിനൊത്തൊഴുകുകയല്ല വേണ്ടത്, ദീനിന്റെ പുറകെ പോകണം, അള്ളാഹുവിന്റെ പുറകെ പോകണം, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കണം. അതിന് ഈ നാട് പറ്റൂല്ലെങ്കിൽ ഈ നാട് വിടുക. സഹാബാക്കൾ മക്കയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നവരായിരുന്നു, അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നവരായിരുന്നു. പക്ഷേ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ആ മക്കയെ ഉപേക്ഷിച്ചുകൊണ്ട്, കഅബയെ ഉപേക്ഷിച്ചുകൊണ്ട്, കുടുംബം, നാട്, വീട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹബശയിലേക്ക് ആദ്യം ഹിജ്റ പോയി, രണ്ടാമത് മദീനയിലേക്ക് ഹിജ്റ പോയി. അപ്പോൾ ദീനനുസരിച്ച് ജീവിക്കാൻ ഒരു നാട്ടിൽ സൗകര്യമില്ല എങ്കിൽ നാടിന്റെ സൗകര്യത്തിനൊത്ത് അല്ലെങ്കിൽ നാടിന്റെ പുറകെ അല്ല പോകേണ്ടത്, മറിച്ച് അവിടെ ജീവിക്കുക. അർദുല്ലാഹി വാസിഅ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്, എവിടെയെങ്കിലുമൊക്കെ പോയി നിങ്ങൾ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കണം എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന.
അങ്ങനെ അവർ ദീനിനെ സംരക്ഷിച്ചുകൊണ്ട്, ഈമാനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പുറപ്പെടാൻ തയ്യാറായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ചരിത്രമാക്കി മാറ്റി. എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറക്കി. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതായ എല്ലാ സജ്ജീകരണങ്ങളും അള്ളാഹു ചെയ്തു. എന്തൊക്കെയാണ് ചെയ്തത്? ഒന്നാമതായി ഒരു നായയെ അവരുടെ കൂട്ടത്തിൽ കൂട്ടി. ആ നായ ആ ഗുഹയുടെ മുറ്റത്ത് ഇങ്ങനെ കൈ നീട്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ദൂരെ നിന്ന് കാണുമ്പോൾ ആ നായയെ പേടിച്ചുകൊണ്ട് ആർക്കും അങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായി. രണ്ടാമത്, ആ ഗുഹയുടെ പരിസരം മുഴുവനും ഒരുതരം ഭീതി കൊണ്ട് നിറച്ചു. അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇതരം പെട്ടെന്ന് വല മുലി തമിൻഹും റുഅബ, അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി ഉണ്ടാവും. എന്തോ അപകടമുണ്ട് എന്നൊരു പേടി മനസ്സിലുണ്ടാകും. അതുകൊണ്ട് ആ ഗുഹയുടെ അടുത്തേക്ക് പോലും ആരും വരില്ല. ഇത് ബാഹ്യമായിട്ട് പുറത്തുനിന്ന് ചെയ്തതായ സജ്ജീകരണങ്ങൾ. ഇനി അകത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെയാണ് ചെയ്തത്? അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് കടത്തി ഉറക്കി. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്? ആ ഗുഹയ്ക്ക് ദ്വാരവും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ സൂര്യപ്രകാശം നേരെ അവരുടെ ശരീരത്തേക്ക് അടിക്കുകയില്ല. സൂര്യന്റെ പ്രകാശം ഉള്ളിലെത്തും, പക്ഷേ സൂര്യൻ നേരെ അവരുടെ ശരീരത്തേക്ക് അടിക്കുകയില്ല. രാവിലെ ആയാലും ശരി, വൈകിട്ടായാലും ശരി, സൂര്യൻ ഇവിടെ ആകുമ്പോഴും അപ്പുറത്താകുമ്പോഴും നേരെ അവരുടെ ശരീരത്തേക്ക് സൂര്യപ്രകാശം അടിക്കൂല. കാരണം ആ രീതിയിൽ നേരെ സൂര്യപ്രകാശം അടിച്ചിരുന്നെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ അവരുടെ ശരീരം ജീർണിച്ചു പോയേനെ, അവരുടെ ശരീരം ഇല്ലാതായി പോയേനെ. സൂര്യപ്രകാശം ആവശ്യമുള്ളതാണ്, എന്നാൽ സൂര്യന്റെ വെയിൽ നേരിട്ട് ശരീരത്തടിക്കാനും പാടില്ല. ഈ രീതിയിൽ അള്ളാഹു സജ്ജീകരണങ്ങൾ ചെയ്തു. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരല്പം മാറി ഇങ്ങനെ സൂര്യന് പ്രകാശം അടിക്കും. അസ്തമിക്കുന്ന സമയത്തും ഒരല്പം മാറിയായിരിക്കും പ്രകാശം അടിക്കുന്നത്, നേരെ അവരുടെ ശരീരത്തേക്ക് അടിക്കൂല. സൂര്യൻ ഇങ്ങനെ ഉദിക്കുമ്പോൾ നേരെ അവരുടെ ശരീരത്തേക്ക് അടിക്കാതെ കുറച്ച് മാറിയായിരിക്കും അടിക്കുന്നത്. അസ്തമിക്കാൻ നേരത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രകാശം വരുമ്പോഴും അല്പം മാറിയായിരിക്കും വരുന്നത്. ഇതൊക്കെ അള്ളാഹു ചെയ്ത സജ്ജീകരണങ്ങളാണ്. രണ്ടാമത്തെ സജ്ജീകരണം എന്തായിരുന്നു? അവർ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ തിരിച്ചും മറിച്ചും കിടത്തുമായിരുന്നു. ഒരേ രീതിയിൽ തന്നെ ഒരാളെ കിടന്നു കഴിഞ്ഞാൽ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്ന് അത് ഇല്ലാതായിപ്പോവും, ജീർണിച്ചു പോവും ശരീരം. അതുകൊണ്ട് ഇതിനൊരു അനക്കമുണ്ടാക്കുന്നതിന് വേണ്ടി അള്ളാഹു തന്നെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചും മറിച്ചും കിടത്താൻ തുടങ്ങി. രാവിലെ മുതൽ ഉച്ച വരെ അങ്ങോട്ടേക്ക് തിരിച്ചു കിടത്തും, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു കിടത്തും. ഫുൾ സജ്ജീകരണങ്ങൾ അള്ളാഹു ചെയ്തു. ആരും അങ്ങോട്ടേക്ക് വരാൻ പാടില്ല, അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു. അവരുടെ ശരീരത്തിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാൻ പാടില്ല, അതിനുള്ള സജ്ജീകരണങ്ങളും ചെയ്തു. അങ്ങനെ രാജാവ് പിന്നീട് ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തി. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു, ഒന്നും കണ്ടില്ല. അവസാനം എന്ത് ചെയ്തു? ഉയർന്ന കുടുംബത്തിലെ ആളുകളാണല്ലോ, അതുകൊണ്ട് അവരെക്കുറിച്ച് വലിയൊരു പലകയിൽ അവരുടെ പേര്, അവരുടെ അടയാളങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലുകളൊക്കെ എഴുതി തയ്യാറാക്കി ഖജനാവിൽ സൂക്ഷിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ അസ്ഹാബുൽ കഹ്ഫി വർ റഖീം, പലകയുടെ ആളുകൾ എന്ന് ഖുർആനിൽ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇതുപോലെ അള്ളാഹ് ദീനിനെ സംരക്ഷിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയും ഗുഹയിൽ കഴിയുകയും അങ്ങനെ അവിടെ തന്നെ മരണപ്പെടുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് പേര് ഇത്തരത്തിൽ ഗുഹയിൽ ജീവിച്ച് മരിച്ചിട്ടുണ്ട്. എന്നാൽ ഖുർആൻ ചർച്ച ചെയ്യുന്നത് ഈ പലകയിൽ എഴുതി വയ്ക്കപ്പെട്ട ആ ആളുകളെ കുറിച്ചാണ്. ഇവർ വലിയ ഉയർന്ന കുടുംബത്തിലുള്ള ആളുകളായതുകൊണ്ട് ഇവർ മിസ്സിംഗ് ആയല്ലോ. അപ്പോൾ ഇവരെക്കുറിച്ചുള്ളതായ ഡീറ്റെയിലുകൾ എഴുതി ഖജനാവിൽ സൂക്ഷിക്കേണ്ട. ഇന്ന ആളുകൾ, ഇന്ന പേരിലുള്ള ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇന്ന ദിവസം മിസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. അസ്ഹാബുൽ കഹ്ഫി വർ റഖീം. നാളുകൾ കഴിഞ്ഞു. 309 വർഷങ്ങൾ ഉറങ്ങിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എഴുന്നേറ്റ് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചോദിക്കാൻ തുടങ്ങി. കാലക്കം ലഭിച്ചും, എത്ര സമയം നമ്മൾ ഉറങ്ങി? നല്ല ഉറക്കത്തിന്റെ ക്ഷീണമൊക്കെ മാറി ഒരുപാട് ഉറങ്ങിയ ഒരു ഫീല് വരുന്നുണ്ട്. അതുകൊണ്ട് അവർ ഉറങ്ങി എണീച്ച ഉടനെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ടെങ്കിൽ നീ എത്ര നേരം ഉറങ്ങിയത്? അപ്പോൾ ചിലര് സാഹചര്യമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു ദിവസമോ അതിൻ്റെ പകുതിയുമാണ് ഉറങ്ങിയത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അപ്പൊ അതിലുള്ള ഒരാൾ പറഞ്ഞു, അതൊക്കെ വിട്, നമ്മൾ എത്ര ഉറങ്ങി എന്നുള്ള കാര്യം അള്ളാഹ്ക്കറിയാം, അതൊന്നുമല്ല നമ്മളുടെ ചർച്ചാ വിഷയം. വിശക്കുന്നു, ഭയങ്കരമായ വിശപ്പ്, അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണത്തിനുള്ള തർത്തീബുകൾ ചെയ്യണം എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ എടുത്ത് ഒരാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി മാർക്കറ്റിൽ പോയി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോവാം. അപ്പോൾ അവർ നാട് വിട്ട് പോകാൻ വേണ്ടി പോയപ്പം സാധന സാമഗ്രികളും അത്യാവശ്യത്തിനുള്ള പൈസയും ഒക്കെ കരുതിയിട്ടാണ് പോയത്. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഇറക്കി പുറപ്പെടുമെന്ന്, അള്ളാഹുവിന് വേണ്ടിയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട്
എല്ലാം അള്ള നോക്കിക്കൊള്ളും, അങ്ങനെയല്ല. എല്ലാം അള്ള നോക്കിക്കൊള്ളും, അങ്ങനെയല്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് അസ്ബാബുകളെ ഇഖ്തിയാർ ചെയ്യേണ്ടത്, അസ്ബാബുകളെ കൂട്ടത്തിൽ കൂട്ടേണ്ടത്, അസ്ബാബുകളെ ഉപയോഗിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അസ്ബാബുകളെ സ്വീകരിച്ചുകൊണ്ടാണ് അള്ളാഹുലേക്ക് തവക്കുൽ വെക്കേണ്ടത്. പണ്ട് മക്കാ മുശ്രിക്കുകൾ നബി തങ്ങൾ വരുന്നതിന് മുമ്പ് മക്കാ മുശ്രിക്കുകൾക്ക് ഹജ്ജ് ഉണ്ടായിരുന്നു. അവിടെ ഹജ്ജിന്റെ അമലുകൾ നടന്നുകൊണ്ടിരുന്നു. ദൂര നാടുകളിൽ നിന്നൊക്കെ ആളുകൾ ഹജ്ജിന് വരുമായിരുന്നു. അപ്പൊ ഹജ്ജിന് വരുന്ന ആളുകൾ എന്ത് ചെയ്യും? 5 പൈസ കയ്യിൽ കരുതാതെ ഇറങ്ങി പുറപ്പെടും. എന്തിനാണ്? ഞാൻ അള്ളാഹുവിന്റെ അതിഥിയായിട്ടാണ് പോകാൻ പോകുന്നത്. അള്ളാഹുവിന്റെ അതിഥിയായിട്ട് പോകുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഒന്നും കയ്യിൽ കരുതാതെ ഇറങ്ങി പുറപ്പെടുമായിരുന്നു. അപ്പൊ കയ്യിലുള്ള അത്യാവശ്യ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ യാചിക്കാൻ തുടങ്ങും. അപ്പൊ ഇതല്ല, അസ്ബാബുകളെ നമ്മൾ ഉപയോഗിക്കണം, അതിനുശേഷം അള്ളാഹുൽ തവക്കുൽ വെക്കണം. അസ്ബാബുകൾ ഒന്നും ഉപയോഗിക്കാതെ, പൈസയൊന്നും കയ്യിൽ കരുതാതെ യാത്രയ്ക്ക് പുറപ്പെടുന്നു, അങ്ങനെയല്ല. ഇവർ പൂർണ്ണമായ ഈമാനുള്ള മനുഷ്യരായിരുന്നു. അള്ളാഹുവിന് വേണ്ടിയാണ് അവർ ഇതെല്ലാം ഉപേക്ഷിച്ച് പുറപ്പെട്ടത്. അപ്പോഴും അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ അവർ കരുതിയിരുന്നു. എന്നിട്ടാണ് അള്ളാഹുൽ തവക്കുൽ വെക്കേണ്ടത്. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുത്തിട്ട് പറഞ്ഞു, പോയി ഭക്ഷണം വാങ്ങിച്ചിട്ട് വാ. അസ്കാ തആമൻ, ഭക്ഷണം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഹലാലായ ഭക്ഷണം മാത്രമേ നോക്കി വാങ്ങിക്കാവൂ. അവരുടെ വിശ്വാസം അനുസരിച്ച് അത് കാഫിര്യങ്ങളുടെ നാടായിരുന്നു. അവരുടെ അന്നത്തെ ഓർമ്മ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. കാഫിര്യങ്ങളുടെ നാടായിരുന്നു. അതുകൊണ്ട് എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ഹലാലായ ഭക്ഷണം കിട്ടണമെന്നില്ല. അപ്പൊ നോക്കിയും കണ്ടും ഹലാലായ ഭക്ഷണം മാത്രമേ വാങ്ങിക്കാവൂ. ഹലാലായ ഭക്ഷണത്തിന് എത്ര ഗൗരവമാണുള്ളതെന്ന് നമ്മൾ ഇന്ന് ഹലാൽ എന്നവർ പറയുന്ന വിഷയത്തിൽ ഒട്ടും ഗൗരവം കാണിക്കുന്നില്ല. ഇന്നത്തെ ഫാസ്റ്റ് ഫുഡും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചിട്ട് വന്നപ്പോൾ ഏത് കടയിൽ കയറി എന്ത് കിട്ടുന്നോ അത് വാങ്ങിച്ച് കഴിക്കുന്ന അവസ്ഥയാണ്. ഇത് ഹലാലാണോ ഇല്ലേ എന്നൊരു കാര്യം ചോദിക്കാനുള്ള ധൈര്യം പോലും നമുക്കില്ല. ചോദിച്ചാൽ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. അന്വേഷിക്കണം, ഇത് ഹലാലാണോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ, ഹലാലാണെങ്കിൽ മാത്രമേ കഴിക്കാവൂ. മുസ്ലിമീങ്ങളുടെ കടയാണെങ്കിൽ, ഇന്നത്തെ അവസ്ഥ ഏതാണ്? മുസ്ലിമീങ്ങളുടെ കടയാണെങ്കിൽ പോലും ഒരുപക്ഷെ അവിടെ ഹലാലായ ഇറച്ചി കിട്ടണമെന്നില്ല. ഇറച്ചി വരുന്നതൊക്കെ പുറത്തുനിന്നായിരിക്കും, റെഡിമെയ്ഡ് ആയിരിക്കും. അത് എത്രത്തോളം ഹലാലാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ബഹുമാനികളെ, ഹലാലല്ലാത്ത ഭക്ഷണം നമ്മളുടെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫന്നാറു ഔലാ ബിഹി, ഫന്നാറു ഔലാ ബിഹി മാ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമായ ഭക്ഷണമാണ് നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്നതെങ്കിൽ ആ ശരീരം നരകത്തിനാണ് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടത്. അതുകൊണ്ട് ഹലാലായ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്, പ്രത്യേകിച്ച് ഈ കാലത്ത്. ഹലാലും ഹറാമും ഒക്കെ കൂടിക്കലർന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇറച്ചി വാങ്ങിക്കുന്ന സമയത്താണെങ്കിലും ശരി, ഇറച്ചി കഴിക്കാൻ വേണ്ടി ഹോട്ടലുകളിൽ പോകുന്ന സമയത്താണെങ്കിലും ശരി, ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കാവൂ. അറുത്തെന്ന് കരുതി മാത്രം അത് ഹലാലാകത്തില്ല. മുസ്ലിം ആയിരിക്കണം അറുക്കേണ്ടത്, അള്ളാഹുവിന്റെ നാമം ഉരുവിട്ടുകൊണ്ടായിരിക്കണം അറുക്കേണ്ടത്. ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ഹലാലല്ലാത്ത ഭക്ഷണമായി മാറും. ഇന്ന് വ്യാപകമായ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? അമലുകൾക്കുള്ള തൗഫീഖ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. നമ്മളുടെ സന്താന പരമ്പരകൾ അനുസരണയില്ലാത്തവരായി മാറിത്തീരും. അങ്ങനെ ഒരുപാട് അപകടങ്ങളുണ്ട്, ഒരുപാട് അപകടങ്ങൾ. എന്തായാലും ആ ചെറുപ്പക്കാർ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യം, ഹലാലായ ഭക്ഷണം മാത്രം നോക്കി വാങ്ങിക്കണം കേട്ടോ. വളരെ ഒളിച്ചും പാത്തും ഒക്കെ പോണം, ആരും നമ്മളെ പിടികൂടരുത്. ഇന്നഹും ഈ അൽഹറു അലൈക്കും യർജുമൂക്കും ഔ യുഈദുക്കും ഫീ മില്ലത്തിക്കും. അവരെങ്ങാനും നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മളെ കൊന്നുകളയും, അല്ല എങ്കിൽ അവരുടെ മതത്തിലേക്ക് പോകാൻ വേണ്ടി അവർ നിർബന്ധിക്കും. നമ്മളെയും അവരുടെ മതത്തിന്റെ ആളുകളാക്കി മാറ്റിക്കളയും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി. 309 വർഷങ്ങൾ കഴിഞ്ഞു. അവിടുത്തെ ഭരണം മാറി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നതായ ആളുകളുടെ ഭരണം അവിടെ വന്നു എന്ന് പറഞ്ഞാൽ മുഴുവൻ മുസ്ലിമീങ്ങളായി മാറി. ഇസ്ലാമിക രാജ്യമായി അത് മാറിക്കഴിഞ്ഞിരുന്നു. എല്ലാം ഇസ്ലാമിന്റെ ആളുകളും മുസ്ലിമീങ്ങളും കച്ചവടങ്ങളും ഒക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇതൊന്നും ഇവരറിയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഒളിച്ചും പാത്തും ഇറങ്ങി പോയപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയൊന്നുമല്ല, ഒരുപാട് മാറിയിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? എന്തുമാകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒളിച്ചും പാത്തും ഒരു കടയിലെത്തി. ഭക്ഷണം വാങ്ങിച്ചിട്ട് പൈസ കൊടുത്തു. ആ പൈസ നോക്കിയിട്ട് ആ കടക്കാരൻ അത്ഭുതപ്പെട്ടു. ഇതെന്ത് പൈസയാണ്? ഇതിവിടെ നിരോധിക്കപ്പെട്ട പൈസയാണ്.
മുമ്പുണ്ടായിരുന്ന വിഗ്രഹാരാധകനായ രാജാവിന്റെ കാലത്ത് ഇവിടെ നിലവിലുണ്ടായിരുന്ന നാണയമാണിത്. ഇന്ന് അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ മുസ്ലിം ഭരണകൂടം വന്നു, മുസ്ലിം രാജാവ് വന്നു, പുതിയ നാണയം വന്നു, പുതിയ ശൈലികൾ വന്നു, ഇതൊക്കെ മാറി. ഇത് എവിടെ നിന്ന് കിട്ടി? അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയായി, സംസാരമായി, ആളുകൾ ഒരുമിച്ച് കൂടി. അപ്പോഴാണ് ഈ യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായത്. അവിടെ പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു, പണ്ട് ഇതുപോലൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ സംഭവങ്ങൾ പറയാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി. എന്താണ്? 309 വർഷം മുമ്പ് ഗുഹയിൽ പോയി ഒളിച്ചതായ ആളുകളായിരുന്നു ഇദ്ദേഹം എന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അവിടെ വേറൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവം? ആ നാട്ടുകാർ മുസ്ലിമീങ്ങളാണ്, സത്യവിശ്വാസികളാണ്, ഒക്കെ തന്നെയാണ്. പക്ഷേ അവർക്കിടയിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പരലോകമുണ്ടാകും, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ടാകും. പക്ഷേ ഈ ശരീരത്തോടു കൂടി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പുനർജീവിപ്പിക്കുമോ എന്ന വിഷയത്തിൽ പലർക്കും സംശയമായിരുന്നു. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അത് വേറെ ലോകത്ത് വേറെ രൂപത്തിലായിരിക്കും. ഈ ശരീരത്തെ തന്നെ അള്ളാഹു പുനർജീവിപ്പിക്കുമോ എന്ന വിഷയത്തിൽ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം തർക്കത്തിലായിരുന്നു. ഈ തർക്കത്തെ അവസാനിപ്പിച്ചുകൊണ്ട് അവരുടെ ഈമാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഉണർത്തിക്കൊണ്ടുവന്നത്. ഇവർ ഉണർന്നു വരികയും ഇവരെക്കുറിച്ചുള്ള കഥകൾ എല്ലാവരും കേൾക്കുകയും ഈ ചരിത്രം മുഴുവനും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എല്ലാവർക്കും വിശ്വാസമായി. 309 വർഷം ഉറക്കിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ശരീരത്തിന് ഒരു കേടുപാടുമില്ലാത്ത രീതിയിൽ ഉണർത്തിക്കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ മരിച്ച ആളുകളെ, അവരുടെ ശരീരത്തെ അതുപോലെ പുനർജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയും. കിതാബുകളിൽ വരുന്നുണ്ട്, സ്വന്തം ഈമാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറക്കിയത്. നാട്ടുകാരുടെ ഈമാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അവരെ ഉണർത്തിയത്. അവരെ ഉറക്കിക്കൊണ്ട് അവരുടെ ഈമാൻ അള്ളാഹു സംരക്ഷിപ്പിച്ചു, അവരെ ഉണർത്തിക്കൊണ്ട് നാട്ടുകാരുടെ ഈമാൻ അള്ളാഹു സംരക്ഷിപ്പിച്ചു. അവരുണർന്നു വന്ന് ഈ സംഭവമൊക്കെ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ശരിയാണ്, ശരീരത്തോടു കൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ നമ്മളെ പുനർജീവിപ്പിക്കും എന്നവർക്ക് വിശ്വാസമായി. പിന്നെ ഭയങ്കര ആദരവായി, ബഹുമാനമായി ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങി, മുസാഫ ചെയ്യാൻ തുടങ്ങി, ഭയങ്കര ആഘോഷം, സന്തോഷം. രാജാവിനെ അറിയിക്കപ്പെട്ടു. രാജാവ് വന്നു. രാജാവിൻ്റെ അടുത്തും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം ക്ലിയറായി. അങ്ങനെ ബാക്കി 6 പേരും അവിടെ ഗുഹയിലാണുള്ളത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഖ്തിലാഫുകളുണ്ട്, റിവായത്തുകൾ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരു രൂപത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ അദ്ദേഹം ബാക്കിയുള്ളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഗുഹയിലേക്ക് വന്നു. എന്തുവാ, നിങ്ങളെല്ലാവരും ഇവിടെ വെക്കും, ഞാൻ അകത്ത് പോയിട്ട് പറഞ്ഞിട്ട് വരാം. എല്ലാവരും കൂടെ കാണുമ്പോൾ അവർ ചിലപ്പോൾ പേടിച്ചു പോകും. എന്താ സംഭവം അവർക്കാർക്കും അറിയില്ലല്ലോ. എല്ലാവരെയും പുറത്ത് നിർത്തി ഇദ്ദേഹം അകത്തു പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സംഭവമൊക്കെ ആകെ മാറിയിരിക്കുകയാണ്. 300 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ അവസ്ഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ റാഹത്താക്കി തന്നിരിക്കുകയാണ്. ബഹുമാനികളെ, ഈമാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ നാട് വിടാൻ വേണ്ടി തയ്യാറായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ തന്നെ അവർക്ക് കൊടുത്തു, അവർക്ക് അനുകൂലമാക്കി കൊടുത്തു. നോക്കിയേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും ഈമാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം നാടിനെ ഉപേക്ഷിച്ച് യാത്ര ചെയ്യാൻ തയ്യാറായി. ആ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫത്ഹാക്കി അവർക്ക് കൊടുത്തു. അല്ലാഹുവിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായ രീതിയിൽ അതിനെ തിരിച്ചു കൊടുക്കും. മൻ തറക ലി അജലി അഅതൈതുഹുൽ മസീദ്. എനിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അതിനേക്കാളും ഉത്തമമായ രീതിയിൽ ഞാൻ അതിനെ തിരിച്ചു തരും. എനിക്ക് വേണ്ടി നിങ്ങൾ കുറച്ചു നേരത്തെ ഉറക്കം ത്യജിക്കാൻ തയ്യാറാവുകയാണോ, ഇതിനേക്കാളും ഉത്തമമായ സുന്ദരമായ ഉറക്കം ഞാൻ നിങ്ങൾക്ക് നൽകും. എനിക്ക് വേണ്ടി നിങ്ങളൊരല്പം സമയം ചൂടനുഭവിക്കാൻ തയ്യാറാവുകയാണോ, എനിക്ക് വേണ്ടി ഒരല്പസമയം നിങ്ങളുടെ തിരക്കുകൾ ഒഴിവാക്കാൻ തയ്യാറാവുകയാണോ, അഅതൈതുഹുൽ മസീദ്, അതിനേക്കാളും ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം ഗുഹയ്ക്കകത്തേക്ക് കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പല റിവായത്തുകൾ വരുന്നുണ്ട് ആ വിഷയത്തിൽ. അത് പറഞ്ഞു തീർന്നപ്പോൾ തന്നെ അവരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുകയുണ്ടായി. വേറൊരു റിവായത്തിൽ വരുന്നുണ്ട്, അവരെല്ലാവരും കൂടെ പുറത്തു വന്നു, ഇവരെയൊക്കെ കണ്ടു, രാജാവിനെ കണ്ടു, മുസാഫ ചെയ്തു, ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവരകത്തേക്ക് കയറി. ആ നിമിഷം അള്ളാഹു അവരെ മരിപ്പിച്ചു. വേറെ ചില റിവായത്തുകൾ വരുന്നുണ്ട്, അവരെടുത്ത്
വരാൻ വേണ്ടി രാജാവ് ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, അള്ളാഹു നമുക്ക് ഇവിടെയാണ് അഭയം നൽകിയത്, ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാൾ അവർ ആ ഗുഹയിൽ തന്നെ കഴിച്ചുകൂട്ടിയെന്നുകൊണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവർ വഫാത്തായതെന്നുമുണ്ട്. എന്തായാലും ആ ഗുഹയ്ക്കകത്ത് അവരെല്ലാവരും വഫാത്താവുകയുണ്ടായി. ഈ മുഴുവൻ ആളുകളുടെയും ഈമാൻ കൃത്യമായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മരിപ്പിച്ചു, എല്ലാവരെയും മരിപ്പിച്ചു. മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ തർക്കമായി. ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇവരുടെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവസാനം പ്രധാനപ്പെട്ട ആളുകൾ അഭിപ്രായം പറഞ്ഞു, ലനത്തഖിദന്ന അലിഹിം മസ്ജിദ, നമുക്കിതിൻ്റെ പരിസരത്തായിട്ട് ഒരു മസ്ജിദ് പണിയാം. അപ്പോൾ അവിടെ ഇബാദത്തുകളും നടക്കും, മസ്ജിദിനകത്ത് അള്ളാഹുവിൻ്റെ ഇബാദത്ത് നടക്കും, മസ്ജിദിൻ്റെ പുറത്ത് അവർ ആ ഗുഹയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ ഓർമ്മയും വരും. ഏകനായ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്നുള്ള വാശിയോടുകൂടി ജീവിച്ച് മരിച്ച കുറേ ചെറുപ്പക്കാരാണ് അവിടെ കിടക്കുന്നത്. അവരെ നോക്കുമ്പോൾ ഹൃദയത്തിൽ തൗഹീദ് ഉറക്കുകയും ചെയ്യും, മസ്ജിദിനകത്ത് അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഉറപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യാം. നല്ല തീരുമാനം. അങ്ങനെ അവിടെ ഒരു പള്ളി പണിയുകയുണ്ടായി. ഇതിനർത്ഥം മഹാന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ പള്ളി പണിയാമെന്നല്ല. മഹാന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ ഇന്നൊക്കെ പള്ളി പണിയുന്നത് എന്തിനു വേണ്ടിയാണ്? കാശിന് വേണ്ടിയാണ്. എന്നിട്ട് അവിടെ ബിദ്അത്തുകളും ഖുറാഫാത്തുകളും റുസൂമാത്തുകളും ഒക്കെയാണ് നടക്കുന്നത്. ഇതല്ല അവിടെ സംഭവിച്ചത്. അതിനെയും ഇതിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തരുത്. അവിടെ അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തത് അള്ളാഹുവിൻ്റെ തൗഹീദിനെ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയും ആ ചെറുപ്പക്കാരുടെ ജീവിതം കണ്ടുകൊണ്ട് ഹൃദയത്തിൽ തൗഹീദിനെ ഉറപ്പിക്കാനും വേണ്ടി ചെയ്ത പണിയാണ്. ഇബാദത്ത് നടക്കും, തൗഹീദ് മറച്ചുകൊണ്ടിരിക്കും. ഇത്രയും കഥ പറഞ്ഞതിന് ശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ചർച്ചകൾ ബാക്കി ആയത്തിലൂടെ ചെയ്യുന്നുണ്ട്. അവരെത്ര പേരായിരുന്നു? സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും. അവസാനം അള്ളാഹു പറയുന്നുണ്ട് റജ്മം ബിൽ ഗൈബ്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ തെറ്റാണ്. യഥാർത്ഥ അഭിപ്രായം എന്താണ്? അവർ 7 പേരുണ്ടായിരുന്നു, 8ാമതായിട്ട് അവരുടെ നായ ഉണ്ടായിരുന്നു. 7 പേരായിരുന്നു. ഇങ്ങനെയുള്ള കുറേ കഥകൾ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു, കുറേ വിഷയങ്ങളും കൂടെ ചർച്ച ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഥ അവസാനിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറയുന്നു, എത്ര താങ്കൾക്ക് ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു തന്നോ അത്ര മാത്രം താങ്കൾ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ കൂടുതൽ ചർച്ചയിലേക്ക് പോകേണ്ട ഒരു ആവശ്യവുമില്ല. അവരുടെ പേരെന്തായിരുന്നു, അവരുടെ നാളെന്തായിരുന്നു, അവർ എത്ര വയസ്സുള്ളവരായിരുന്നു, ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എത്ര പറഞ്ഞു തന്നോ അത് മാത്രമാണ് താങ്കൾക്ക് അറിയുന്നതിന് അത്യാവശ്യമായിട്ടുള്ളത്. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ 2 കഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ കഥയാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ. ഇതിലൂടെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കുറേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അള്ളാഹുവിൽ വിശ്വസിച്ചതായ ഒരു കൂട്ടം ചെറുപ്പക്കാരാണവർ, ചുണക്കുട്ടികളാണവർ, ആണുങ്ങളാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മുന്നേറുന്നതായ ചെറുപ്പക്കാർ ഭയങ്കര ഇഷ്ടമാണ്. ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 കൂട്ടം ആളുകൾക്ക് അർശിന്റെ തണൽ നൽകും. ബഹുമതിയോടുകൂടി ഭയങ്കരമായ വലിയൊരു സ്ഥാനമായിരിക്കും അത്. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകും. അതിലൊരു വിഭാഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മത്സരം കാണിക്കുന്നതായ, അതിലായിട്ട് കഴിച്ചുകൂട്ടുന്നതായ ചെറുപ്പക്കാരായ ആളുകൾ. യുവത്വം, ചുറുചുറുക്കുള്ള കാലഘട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ അനുസരണയിലായിട്ട് ചെലവഴിക്കുന്നവരെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെറുപ്പകാലത്ത് എന്തൊക്കെ ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നോ, ആവേശത്തിൽ ആരോഗ്യത്തോടുകൂടി നമ്മൾ എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്യുന്നോ, വലുതാകുമ്പോൾ പ്രായമാകുമ്പോൾ അത്രയും ഇബാദത്ത് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എങ്കിലും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അത്രയും അമലുകളുടെ പ്രതിഫലം ആ സമയത്തും എഴുതിക്കൊണ്ടേയിരിക്കും. ചെറുപ്പക്കാർ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് വൃദ്ധരായ ആളുകളെ ഇഷ്ടമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. 7 കൂട്ടം ആളുകളിൽ അർശിന്റെ തണൽ നൽകുന്ന 7 കൂട്ടം ആളുകൾ, ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി നരബാധിച്ചതായ ആളുകൾ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ആ അവസ്ഥയിലായി നരബാധിച്ചതായ ആളുകൾ അള്ളാഹുവിന് ഭയങ്കര സ്നേഹമാണ് അവരെന്ന്. അതുകൊണ്ട് ചെറുപ്പക്കാരെ മാത്രമേ പറഞ്ഞുള്ളൂ, വൃദ്ധരെ കുറിച്ച് പറഞ്ഞില്ല, വയസ്സായ ആളുകളെ കുറിച്ച് പറഞ്ഞില്ല എന്നൊന്നും വിചാരിക്കരുത്. 2 പേർക്കും പ്രത്യേകമായ സ്ഥാനങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഇബാദത്തിലായിട്ട് കഴിച്ചുകൂട്ടുക, അള്ളാഹുവിൻ്റെ അനുസരണയിലായിട്ട് കഴിച്ചുകൂട്ടുക, ആ രീതിയിൽ ആ അവസ്ഥയിലായിട്ട് മരണത്തെ വരവേൽക്കാൻ സാധിക്കുക ഭയങ്കര ഭാഗ്യമാണ്. ഈ ചെറുപ്പക്കാരുടെ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത് അതാണ്. ചുറുചുറുക്കുള്ള കാലഘട്ടം, ആരോഗ്യമുള്ള കാലഘട്ടം അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി കഴിച്ചുകൂട്ടണം.
എല്ലാം ചെലവഴിച്ചു, അവിടെയും ഇവിടെയുമായിട്ടൊക്കെ കറങ്ങി നടന്നു. അവസാനം ഇനി ജീവിതം കുറച്ചേ ഉള്ളൂ, ഏത് നിമിഷവും മരിച്ചു പോകാമെന്നൊക്കെ തോന്നൽ വരുമ്പോൾ എന്നാ പിന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാം, എന്നാ പിന്നെ ഒരുങ്ങിക്കൂടി ജീവിക്കാം. ഇതല്ല. ആരോഗ്യമുള്ള കാലഘട്ടം അത് അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കണം, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഉപയോഗിക്കണം, ദീനിൻ്റെ പ്രബോധനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം, ഇൽമ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം, ഇൽമ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം. ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ. അള്ളാഹു ഇങ്ങനെ സന്തോഷത്തോടു കൂടി പറയണം, അവർ കുറെ ചെറുപ്പക്കാരാണ്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാ. സഹാബകളെ കുറിച്ച് ഒരു ഭാഗത്ത് ഖുർആനിൽ പറഞ്ഞപ്പോൾ അവർ ആണുങ്ങളാണ്, ചുറുചുറുക്കുള്ള ആണുങ്ങളാണ്. അവർക്ക് കച്ചവടമോ മറ്റു ജോലികളോ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളോ ഇതൊന്നും തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ യാതൊരു തടസ്സവും വരുത്തുന്നില്ല. ഇപ്പോൾ പറഞ്ഞു വന്നത് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചാണ്. അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഗുണപാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.